അത് കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര അത്ഭുതമുള്ളൊരു വചനമാണ് 36-ാമത്തെ വചനം. 10 അവകാശങ്ങളെക്കുറിച്ച് ഏൽക്കണം, 10 ഹക്കുകൾ. അതിന് ഹുഖൂഖുൽ അശറ എന്ന് പറഞ്ഞു. ഖുർആനിലെ ഏറ്റവും മനോഹരമായ വചനമാണ് ഇത്, 36-ാമത്തെ വചനം. അതേതാ? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. അതാണ് ഒന്നാമത്തെ ഹക്ക്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, പങ്കു ചേർക്കാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. രണ്ടാമത്തേത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. നാലാമത്തേത് വബിദിൽ ഖുർബ, അടുത്ത കുടുംബക്കാർക്ക് നന്മ ചെയ്യണം. വൽ യതാമ, അനാഥകൾക്ക് നന്മ ചെയ്യണം. വൽ മസാക്കിൻ, അഗതികൾക്ക് നന്മ ചെയ്യണം. വൽ ജാരിൽ ഖുർബ, അടുത്ത കുടുംബക്കാരായ അയൽവാസിക്ക് നന്മ ചെയ്യണം. വൽ ജാരിൽ ജുനുബി, അകന്ന കുടുംബത്തിൽപ്പെട്ട അയൽവാസിക്ക് ചെയ്യണം. സാഹിബി ബിൽ ജംബി, നിങ്ങളുടെ സാഹിബ് ബിൽ ജംബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ മെയ്റ്റ്സ് എന്ന് പറയല്ലേ, റൂം മെയ്റ്റ്സ്, അങ്ങനെ പറഞ്ഞാൽ അതാണ് സാഹിബ് ബിൽ ജംബ് എന്ന് പറഞ്ഞാൽ. അവരോട് നിങ്ങൾ നോക്കുക, എല്ലാവർക്കും ആണ് സാഹിബ് ബിൽ ജംബ്. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ മേറ്റ് ഉണ്ടാവും, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, യാത്രാ മേറ്റ് ഉണ്ടാകും. അവരോടൊക്കെ അങ്ങനെയാണ്, എല്ലാവരോടും. എത്രയെന്ന് ചോദിച്ചാൽ ചില ഇസ്ലാമിക ശരി ഈ സാഹിബ് ബിൽ ജംബ് എന്ന് പറഞ്ഞതിൽ എല്ലാവരും പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കീഴിൽ അടിമകൾ ഉണ്ടെങ്കിൽ, അന്ന് അടിമകൾ ഉണ്ടായിരുന്നല്ലോ, അതാണ് 9-ാമത്തേത്. പിന്നെ ഇങ്ങനെ എല്ലാവരെക്കുറിച്ചും മനസ്സിലായല്ലോ, എല്ലാവരും. 10-ാമത്തേത്. 9-ാമത്തേത് ഇബ്നുസ് സബീലാണ്, വഴിയാത്രക്കാർ എന്ന് പറഞ്ഞാൽ ഒരു യാത്രയിൽ പെട്ടുപോയ ഒരാൾ, കുടുങ്ങിയ ഒരാളുണ്ടെങ്കിൽ അയാളോടുള്ള നന്മ ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ 10 വിഭാഗം ആളുകളോട് പറഞ്ഞു അള്ളാഹു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അള്ളാഹുവിന് എന്തില്ല, പൊങ്ങച്ചക്കാരനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നോ ദുരഭിമാനിയെ ഫഖൂർ, അത് അള്ളാഹുക്ക് ഇഷ്ടമല്ല. ഞാനൊരു അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് എൻ്റെ എന്തോ ഒരു പത്രാസാണെന്നോ, അത് പാടില്ല എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് പോകണം. 58-ാമത്തെ വചനത്തിൽ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അതെന്താ? അത് ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇസ്ലാമിൽ. അമാനത്ത്, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട സ്വത്ത്, അതാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വിട്ടണം. മുമ്പ് ഇത് തടഞ്ഞു വെക്കലായിരുന്നു, മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയലായിരുന്നു. അത് പറ്റൂല. വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുമ്പോൾ നീതിയോടുകൂടി തീർപ്പ് കൽപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അമാനത്ത്, അതൊരു വലിയ സംഭവമാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ, മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഹക്ക്, റസൂലിനോടുള്ള ഹക്കുമാണ്. യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. ഇവിടെ അതീഉ എന്ന ഫിഅൽ ഉണ്ടല്ലോ, അനുസരിക്കുക എന്ന അതീഉ എന്ന ഫിഅൽ, അത് ആവർത്തിച്ചു. എന്തിനാ? ഒരു കാര്യം മനസ്സിലാക്കാനാണ്. എന്താ അറിയോ, രണ്ടും മുസ്തഖിലാണ്, രണ്ടും സ്വതന്ത്രമാണ്. രണ്ടും എന്താണ്? സ്വതന്ത്രമാണ്. അതിനാണ് എന്ത് അത് ആവർത്തിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം വേറെയാണ്, അള്ളാഹുവിനോടുള്ള അനുസരണം വേറെയാണ്. മനസ്സിലായോ? അപ്പോൾ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ, അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ എന്താ? റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ഖുർആനിലില്ല, അതുകൊണ്ട് ഞാൻ അനുസരിക്കൂല എന്ന് പറയാൻ പാടില്ല എന്ന് മനസ്സിലായിട്ടല്ലോ അല്ലേ? അതിനാണ് എന്ത് അതീഉല്ലാഹ് വ അതീഉർ റസൂൽ. ഇപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അത് ഖുർആനിലല്ലോ, ഞാൻ നോ യാഹി, പറ്റൂല. കാരണം എന്താ? ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാറില്ല, വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാറുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ആ വചനത്തിൻ്റെ തുടർച്ചയിൽ അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും, അവിടെ അതീഉ എന്ന ഫിഅൽ എന്ന വെർബ് ആവർത്തിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? റസൂല് എപ്രകാരം കൽപ്പിച്ചുവോ, അള്ളാഹു എപ്രകാരം കൽപ്പിച്ചുവോ അപ്രകാരം വലിയുൽ അംർ കൽപ്പിച്ചെങ്കിലേ നമുക്ക് അംഗീകരിക്കേണ്ടതുള്ളൂ. അതിനെതിരാണെങ്കിൽ അംഗീകരിക്കേണ്ടതില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? വലിയുൽ അംർ എന്ന് പറഞ്ഞാൽ അതിൽ ഭരണാധികാരികൾ പെടും, പണ്ഡിതന്മാർ പെടും, നേതാക്കന്മാരൊക്കെ പെടും, ഒക്കെ വലിയുൽ അംറാണ്. മനസ്സിലായില്ലേ? അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ആ വേർബ് ആവർത്തിച്ചു?
ഈ റസൂലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് വലിയുൽ അംറിനെ കുറിച്ച് പറയുമ്പോൾ അത് ആവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും അനുസരിക്കാൻ പറഞ്ഞ വിഷയത്തിൽ എന്തുള്ളൂ? അനുസരണമുള്ളൂ. അതാണ്. ഇനി ഫഇൻ തനാസഅതും ഫി ഷൈഇൻ ഫറുദ്ദുഹു ഇലാ അല്ലാഹി വറസൂൽ. ഒരു തത്വം പറയാം. നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വല്ല തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിലേക്ക് മടക്കണം, അഥവാ കിതാബിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം, അഥവാ സുന്നത്തിലേക്ക് മടക്കണം. പക്ഷെ അത് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആരാകണം? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾക്ക് അള്ളാഹുവിലും യൗമിൽ ആഖിറിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അള്ളാഹുലേക്കും റസൂലിലേക്കും ചില സംഗതികളിൽ മടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു അപാകത നമുക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ഈ വിശ്വാസത്തിൽ അപാകത വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് തൊട്ടടുത്ത 60-ാമത്തെ വചനത്തിൽ സംസാരിക്കുന്നത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള താഴത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ കുറിച്ചാണ്. അലം തറ ഇലല്ലദീന യസ്അമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ നീ കണ്ടിട്ടില്ലേ? ഒരു പറയും ഞങ്ങൾ ഇത് ജൂതന്മാരെ കുറിച്ച് പ്രത്യേകം പറഞ്ഞതാണ്. ഞങ്ങൾ നിനക്ക് നബിയെ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. എന്നിട്ടോ യുരീദൂന ഹതഹകമു ഇല താഗൂത്ത്, അവർ താഗൂത്തിലേക്ക് വിധി തേടി പോകും. ഇവിടെ കുറേ ആളുകൾ അങ്ങനെ ഉണ്ട്. ഞങ്ങൾ ഖുർആൻ്റെ സുന്നത്തിൻ്റെ ആൾക്കാരാന്നൊക്കെ പറയും, പക്ഷേ സ്വന്തം ജീവിതത്തിലൊരു വിഷയം വരുമ്പോൾ എന്തില്ല, ഖുർആനും സുന്നത്തും എന്നല്ല. അപ്പം അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് പോകും. ഇത് പാടില്ല, ഇത് ഭയങ്കര ലലാലത്തിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കുന്നു 65-ാമത്തെ വചനം റസൂലിനെ എങ്ങനെ സ്വീകരിക്കണം എന്ന് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് അത്തിയഴു എന്ന വേർബ് ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതേപോലെ ഇവിടെ ആവർത്തിച്ച് പറയണം. എന്ത്? ഫലാ വറബ്ബിക്. 65-ാമത്തെ വചനം ഭയങ്കര വചനമാണ്. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഇല്ല, ഒരിക്കലുമില്ല. നിന്റെ റബ്ബാണേ സത്യം, അവർക്കിടയിൽ ഭിന്നതയുള്ള കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താക്കളാക്കണം. എന്നിട്ട് നീ വിധി കൽപ്പിച്ചതിനെപ്പറ്റി പിന്നീട് അവരുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. വലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത് വയുസല്ലിമു തസ്ലീമാ. പൂർണ്ണമായി സമ്മതിച്ചനുസരിക്കണം, അപ്പോഴേ മൂമിനാവൂ. അപ്പോൾ മൂമിനാകണമെങ്കിൽ എന്ത് വേണം? റസൂലിനെ അങ്ങനെ അനുസരിക്കണം. റസൂല് പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല, ഖുർആനില്ലാത്താണ്, അത് ഹദീസല്ലേ, അത് സ്വീകരിക്കും. നോ, പറ്റൂല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. മുഅ്മിനാവില്ല എന്നവർ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് സഹീഹായ ഹദീസുകൾ സ്വീകരിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. എന്നിട്ട് 70-ാമത്തെ വചനത്തിൽ അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ മോട്ടിവേഷൻ നടത്തുന്നില്ല. 69-70 വചനം മോട്ടിവേഷനാണ്. എന്താ മോട്ടിവേഷൻ? വമൻ യുതി അല്ലാഹ വറസൂൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഭയങ്കര ആയത്തല്ലേ. അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾ അനുസരിച്ചാൽ എന്ത് കിട്ടും? ഇവിടെ ചിലപ്പോൾ കുറേ നഷ്ടമൊക്കെ പറ്റൂലേ. ഇവിടെ എല്ലാവരും കാണാൻ പറ്റില്ല, എല്ലാവരും കുടിക്കാൻ പറ്റില്ല, എല്ലാവരും പോകുന്നിടത്ത് പോകാൻ പറ്റില്ല. എന്നാൽ എവിടെ പോകാം? ഉലൈക മഅ അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അള്ളാഹു നിഅമത്ത് ചെയ്ത് അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും അവരുണ്ടാവുക. ആരാണത്? നബിയങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീൻ. എത്ര നല്ല കൂട്ടുകാരാണല്ലേ അവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, ദാലിക്കൽ ഫദ്ലു മിനല്ലാഹ്. അതിലേക്ക് എത്താൻ സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഫദ്ലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഫദ്ൽ നമുക്ക് നൽകുമാറാകട്ടെ. ഇതിങ്ങനെ പറഞ്ഞ് അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നേരെ ജിഹാദിലേക്ക് വരികയാണ്. അപ്പോൾ അള്ളാഹുവിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു, റസൂലിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു, ഉലാത്തുൽ അംറിനെ ഭരണാധികാരികളെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ ജിഹാദിലേക്ക് വരിക. പക്ഷേ ജിഹാദ് നോക്കൂ, ജിഹാദ് എന്താണെന്ന് നമുക്കറിയാലോ. ജിഹാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആദ്യം പറഞ്ഞത്. എന്താ പറയുക? നിങ്ങൾക്ക് സൂറത്തുൻ നിസാ ഉള്ളത്. സ്ത്രീകളെയും ദുർബലന്മാരെയും അടിച്ചമർത്തപ്പെട്ടവരെയും മർദ്ദിതവരെയും സഹായിക്കുക എന്നതാണ് ജിഹാദിൻ്റെ ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രേരകം. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യൻ്റെ തലവെട്ടാനുള്ള സാധനമല്ല എന്നർത്ഥം. നിങ്ങൾ നോക്കൂ, 74-ാമത്തെ വചനം, ഫൽയുഖാതിൽ ഫീ സബീലില്ലാഹ് الذين يشرون الحياة الدنيا بالآخرة ومن يقاتل في سبيل الله فيقتل أو يغلب فسوف نؤتيه أجرا عظيما. എങ്ങനെ ജിഹാദ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നാണ്? ഇഹലോക ജീവിതത്തെ പരലോക ജീവിതത്തിന് പകരം വിൽക്കാൻ തയ്യാറുള്ളവർക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ.
എന്ന് പറഞ്ഞിട്ട് 75-ാമത്തെ വചനം ഭയങ്കര ശ്രദ്ധിച്ചോ. വമാലക്കും അല്ല ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യാത്തത്? കാരണം പറഞ്ഞാൽ എന്താ പറയുക, വൽ മുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂൻ റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലഹാ. നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളുടെ റബ്ബേ, അക്രമികളായ ആളുകൾ അധിവസിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കുകയും നിൻ്റെ വകയായി ഒരു രക്ഷാധികാരിയെയും ഒരു സഹായവും ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മർദ്ദിച്ചൊതുക്കപ്പെട്ട പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ജിഹാദ് ചെയ്യുന്നില്ല, യുദ്ധം ചെയ്യുന്നില്ല എന്നാ ചോദ്യം. അല്ലാതെ എന്തല്ല, നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത മനുഷ്യരോട് നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നാണോ ചോദിച്ചത്? അപ്പം അതിൻ്റെ ലക്ഷ്യം എന്താ? കൃത്യമാണ്. ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ പ്രധാന ലക്ഷ്യം അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് വേണ്ടിയുള്ളതാണ്. അതാണ് മുസ്തദ്അഫൂൻ എന്ന പദം പ്രയോഗിച്ചുകൊണ്ടോ, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദ്അഫീൻ. മുസ്തദ്അഫീൻ ആരാ? മുസ്തദ്അഫീൻ എന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കപ്പെട്ടവർ, മർദ്ദിച്ചൊതുക്കപ്പെട്ടവർ, അവർക്ക് ചോദിക്കാൻ ആളില്ല, അങ്ങനത്തെ ആൾക്കാർ. അതാണ് അത് പറഞ്ഞിട്ട് പിന്നീട് അങ്ങനെ അതിൻ്റെ വ്യത്യസ്തമായ രീതികൾ ഒക്കെ പറഞ്ഞ് വിശദീകരിച്ച ശേഷം ഇടയ്ക്കൊരു കാര്യം പറയും. അത് ഖുർആനെ കുറിച്ച്. ഭയങ്കര ചോദ്യമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതൊക്കെ പറഞ്ഞത് എവിടെയാ? ഖുർആനിലല്ലേ? ഇതാരാ? ഇത് അള്ളാൻ്റെതാ. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഇത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഇപ്പം ഇത്രയും നിയമങ്ങൾ പറഞ്ഞല്ലോ, ഈ നിയമങ്ങളിൽ എവിടെയെങ്കിലും പരസ്പര വൈരുദ്ധ്യം നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? നിങ്ങൾക്ക് കാണാമായിരുന്നു ഇത് അള്ളാഹുവിൻ്റേതല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹക്കുകളെക്കുറിച്ച് ഇങ്ങനെ പറയാം. അവകാശങ്ങളെക്കുറിച്ചുള്ള അധ്യായമാണെന്ന് പറഞ്ഞല്ലോ. 85-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ രസകരമായ ഒരു വചനമാണ് 85-ാമത്തെ വചനം. മൻ യശ്ഫഅ ശഫാഅതൻ ഹസനതൻ യകുൽ ലഹു നസീബും മിൻഹാ. നിങ്ങൾ ശുപാർശ പറയണം. നിങ്ങളടുത്തൊരാൾ വന്നു എന്ന് വെക്കുക, എനിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന സ്ഥലത്തൊരു കാര്യം പറയണം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ചെയ്യണം. വല്ലവനും ഒരു നല്ല ശുപാർശ ചെയ്താൽ ആ നന്മയിൽ ഒരു പങ്ക് അവനുണ്ടായിരിക്കും. ഒരു വാക്ക് മതിയാവും. ചെയ്തവൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് കിട്ടും. തിരിച്ചും വല്ലവനും ഒരു ചീത്ത ശുപാർശ ചെയ്താൽ അത് ചെയ്യാൻ പാടില്ല. ചെയ്താലോ യകുല്ലഹു കിഫ്ലും മിൻഹ, ആ തിന്മയിൽ നിന്ന് ഒരു പങ്ക് അവനും ഉണ്ടാകും. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശുപാർശ നടത്തൂ. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സഹോദരങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യവുമായി വന്നാൽ നിങ്ങളുടെ പരമാവധി നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. അവകാശം. പിന്നെ ഒരു മുസ്ലിം വൈദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ. സലാം പറയുന്നതിനെ കുറിച്ചാണ്. നിങ്ങളോട് ഒരാൾ അഭിവാദ്യം ചെയ്താൽ നിങ്ങൾ അതുപോലെയുള്ള അഭിവാദ്യമെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ഗ്രീറ്റിംഗ്സ്, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം ഔ ബി അഹ്സന മിൻഹ. ആദ്യം തന്നെ പറഞ്ഞ് കുറച്ചുകൂടി അധികം പറയണമെന്ന്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അല്ലേ? ഔ റുദ്ദുഹാ. ഏറ്റവും ചുരുങ്ങിയ അത്രയെങ്കിലും തിരിച്ചു കൊടുക്കണം. ഇത് ഗ്രീറ്റിംഗ്സ് എന്ന് വെച്ചാൽ വേർഡ്സിലുള്ള ഗ്രീറ്റിംഗ്സിൽ മാത്രമല്ല, വാക്കുകളിൽ മാത്രമല്ല, എന്തും. ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് എന്ന് തിരിച്ചൊരു ഗിഫ്റ്റാണ് കൊടുക്കണം. നീ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ല കൊടുക്കുക. ഭയങ്കര വാക്കല്ലേ? എന്തിനാ വെച്ചാൽ ആ ബന്ധം മനുഷ്യൻ്റെ ഇത് അവകാശം തന്നെയാണ്. ഇതൊക്കെ അവകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഹാദു തഹബു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും പരസ്പരം. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ പറഞ്ഞിട്ട് ജീവനെക്കുറിച്ച് പറഞ്ഞു. ജീവൻ എന്നത് അവകാശമാണ്. അതാണ് 92-ാമത്തെ വചനം. വമാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയെ കൊല്ലാൻ പാടില്ല, അബദ്ധത്തിൽ സംഭവിച്ച കൊലയല്ലാതെ. അതിന് കാരണം എന്താ വെച്ചാൽ ജീവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ളതാണ്, ഭയങ്കര വില. എന്നിട്ട് അഥവാ കൊന്നാൽ അങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ മനസ്സിലെല്ലാം സംഭവിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? അതിനുള്ള ദിയ പറഞ്ഞു, പ്രായശ്ചിത്തം പറഞ്ഞു. മനസ്സിലായില്ലേ? അതിങ്ങനെ 92-ാമത്തെ വചനത്തിൽ അത് വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യനെ അന്യായമായി കൊല്ലാൻ പോയാലോ? കേട്ടോ, 93-ാമത്തെ വചനം അതാ. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം.
ഖാലിദൻ ഫിഹ, ഒരു മുസ്ലിമിനെ കൽപ്പിച്ചുകൂട്ടി കരുതിക്കൂട്ടി ഒരു മുഅ്മിനായ ഒരാളെ കൊന്നാൽ അതിനുള്ള പ്രതിഫലം നരകമാണ്. നരകം കൊല്ലാൻ പാടില്ല. വഗളിബല്ലാഹു അലൈഹി. നമ്മൾ നേരത്തെ ഈ മഹാപാപ്പ എന്താന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ഞാൻ, അള്ളാഹു കോപമുണ്ട് ലഅനത്തുണ്ട് എന്ന് പറഞ്ഞൊക്കെ മഹാപാപ്പമാണ്. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോ, ഈ ആയത്തിൽ രണ്ടുമുണ്ട്. 93-ാമത്തെ വചനം വഗളിബല്ലാഹു അലൈഹി വലഅനഹു, ഗളബും വന്നു ലഅനത്തും വന്നു. വഅഅദ്ദ ലഹു അദാബൻ അലീമാ. പാടില്ല. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്, വിശ്വാസിയുടെ ജീവൻ പ്രത്യേകിച്ചും. ഇതിനപ്പുറം വല്ല ഭീഷണിയും പറയണ്ടോ? നേരെ നരകത്തിലേക്ക് പോകുന്ന പറഞ്ഞു. ഇനി നോക്കൂ, ഭയങ്കര രസം എന്താ അറിയോ, നിങ്ങൾ കൊല്ലാൻ പോകുന്ന ആൾ ഒരു യുദ്ധക്കളത്തിലാണെന്ന് വെക്കുക. മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും തമ്മിൽ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള യുദ്ധമാണ് എന്ന് വെക്കുക. അങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നിയ ആൾക്കാരെ കൊണ്ടുപോയി കൊല്ലുന്നതോ കൊത്തുന്നതോ വെട്ടുന്നതല്ല ഇസ്ലാമിൻ്റെ ജിഹാദല്ല. അങ്ങനെ ചെയ്യുമ്പോൾ പോലും സംശയമുള്ള ഒരാളെപ്പോലും അവരെ യുദ്ധം ചെയ്യാനോ കൊല്ലാനോ പാടില്ല. അതാണ് സംശയം, ഇയാളാണോ അല്ലേ എന്നുള്ളത്. അതാണ് തൊട്ടടുത്ത് 94-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ദറബ്തും ഫീ സബീലില്ലാഹ്. നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോയാൽ എന്ത് ചെയ്യണം? ഫതബയ്യനൂ. ആരെങ്കിലും പോയി കൊത്തരുത്, ആരെങ്കിലും പോയി വെട്ടാൻ പറ്റൂല. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിന. നിങ്ങളോടൊരാൾ സലാം പറഞ്ഞാൽ അയാളോട് എടോ നീ മുഅ്മിനല്ല, ഞാൻ സലാം വിട്ടൂല. നോ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച് ദീനാന്ന് വിചാരിച്ച് പ്രചരിപ്പിക്കണമെന്ന് എന്തൊക്കെ പറ്റൂല. നിങ്ങൾക്കറിയോ, ഭയങ്കര സംഭവമാണ്. ഈ വചനം അവതരിപ്പിച്ചത് ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞ റസൂലിൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുയായിയുടെ സഹാബിയുടെ വിഷയത്തിലാണ്. അറിയോ കഥ? ഒരു യുദ്ധത്തിന് പോയി, ഹുറക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉസാമ തന്നെ പിന്നീട് അത് വിവരിക്കുന്നുണ്ട്. ഞാനും ഒരു അൻസാരിയും ഞങ്ങൾ രണ്ടാളും കൂടി ചെല്ലുന്ന സമയത്ത് ഒരു ശത്രു ഞങ്ങളുടെ അടുത്ത് വന്നു, ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അയാളെ കീഴടക്കി കൊല്ലാൻ പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അൻസാരി കൊല്ലാതെ പോയി, ഞാൻ ഇയാളെ വെട്ടി. ഇയാൾ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. നിങ്ങൾ കേൾക്കണോ, ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. നബിയുടെ അടുത്തെത്തി. നബി ചോദിച്ചു, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. എടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ശേഷമാണോ നീ കൊന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉസാമ പറയാം, ഞാൻ പറഞ്ഞു റസൂലേ ഇന്നമാ കാന മുതഅവ്വിദൻ, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. വീണ്ടും റസൂൽ ചോദിച്ചു, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭയങ്കര ഗൗരവത്തിൽ നബി അത് പല തവണ ആവർത്തിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ ദിവസത്തിൻ്റെ ശേഷം മുസ്ലിമായാൽ മതിയായിരുന്നേ എന്ന് ആഗ്രഹിച്ചു പോയി. അത്രമാത്രം ഭയങ്കരമാണ്, ഗൗരവമുള്ളതാണെന്നർത്ഥം. മനസ്സിലായി? അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അതാണ് തുടർന്നുള്ള. അപ്പം നിങ്ങൾ ആലോചിക്കുക, എന്തുമാത്രം മാന്യമായ രീതിയാണ് ഇതിലൊക്കെ സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അങ്ങോട്ട് വന്നാൽ 101, 102, 103 വചനങ്ങളിൽ ഉള്ളത് സ്വലാത്തുൽ ഖൗഫാണ്. സ്വലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം വരുന്ന സമയത്ത് എങ്ങനെ നമസ്കരിക്കണം എന്നുള്ളതാണ്. ഈ നമസ്കാരം വന്നത് ദാത്തുർ റിഖാ എന്ന് പറഞ്ഞൊരു യുദ്ധമല്ല. റിഖാ എന്ന് പറഞ്ഞാൽ ഈ മുറിവൊക്കെ വന്നാൽ വെച്ച് കെട്ടുന്ന ഇതിനാണ് റിഖാ എന്ന് പറയാം. അപ്പോൾ ഭയങ്കര ഉയരമുള്ള ഒരു മലൻ്റെ മുകളിലേക്ക് ഒരു സമൂഹം അവിടുന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവരെ നേരിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ അയച്ചതാണ്. അപ്പോൾ ഈ മലമൊക്കെ ഇങ്ങനെ കയറി അവരുടെ കാലും കൈയൊക്കെ പൊട്ടി. അപ്പോൾ ഈ പഴയ തുണി കഷ്ണം കൊണ്ട് ഇതൊക്കെ കെട്ടിയതുകൊണ്ട് ദാത്തുർ റിഖാ എന്ന് പറഞ്ഞു. ആ യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇത് അവതരിക്കുന്നത്. ഞാൻ ആ സന്ദർഭം പറഞ്ഞതാണ്. സ്വലാത്തുൽ ഖൗഫ് അത് നിങ്ങൾ ഈ 101 മുതൽ 103 വരെയുള്ള വചനം നോക്കി മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ അതിങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് വീണ്ടും സ്ത്രീകളിലേക്കാണ്. വയസ്തഫ്തൂനക ഫിന്നിസാ 127-ാമത്തെ വചനം നോക്കൂ. തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോകുക. 127-ാമത്തെ വചനം സ്ത്രീകളെക്കുറിച്ചാണല്ലോ തുടങ്ങിയത്, അങ്ങോട്ട് തിരിച്ചു പോകുക. ഖുലില്ലാഹു യുഫ്തീകും ഫീഹിന്ന, സ്ത്രീകളുടെ കാര്യത്തിൽ അവർ നിന്നോട് വിധി ചോദിക്കുന്നു. അവരോട് പറയണം, അല്ലാഹുദ അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വിധി നൽകുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് എന്ത്?
പിന്നെ അവർക്കുള്ളത് ലാ തുഅ്തൂനഹുന്ന മാ കുതിബ ലഹുന്ന വതർഗബൂന അൻ തൻകിഹൂഹുന്ന വൽ മുസ്തദഅഫീന മിനൽ വിൽദാനി വഅൻ തഖൂമു ലിൽ യതാമ ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് നിശ്ചയിക്കപ്പെട്ട അവകാശം നിങ്ങൾ നൽകാതിരിക്കുകയും എന്നാൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ മോഹിക്കുകയും ചെയ്യുന്ന അനാഥ സ്ത്രീകളുടെ കാര്യത്തിലും ബലഹീനരായ കുട്ടികളുടെ കാര്യത്തിലും ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അനാഥകളോട് നിങ്ങൾ നീതിയോടെ വർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറയണം. അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ആയത്തുകളൊക്കെ അവസാനിക്കുന്നിടത്ത് കാണാം ഫ ഇന്നല്ലാഹ കാന ബിഹി അലീമ, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അള്ളാഹു അറിയുന്നുണ്ട് എന്നിങ്ങനെ പറയാം. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ പറയാണ് 128 വചനത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഈ പുരുഷൻ നോക്കൂ, ഇസ്ലാമിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീക്ക് ഇസ്ലാമിൽ ജീവിതം വേണ്ട, കുടുംബജീവിതം ദാമ്പത്യ ജീവിതം വേണ്ട എന്ന് വെക്കാനുള്ള അവകാശമുണ്ട്. ഇസ്ലാമിലെ തൊലാക്ക് പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടി അടികൂടുന്നത്. നോക്കൂ 128 വചനം വഇൻ ഇംറഅത്തുൻ ഖാഫത് മിൻ ബഅലിഹാ നുഷൂസൻ, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് വല്ല അവഗണനയും ഭയപ്പെട്ടാൽ, പിണക്കം അല്ലെങ്കിൽ അവഗണന ഔ ഇറാദൻ ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹ ബൈനഹുമാ സുൽഹ, അവർ പരസ്പരം വല്ല ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിൽ കുറ്റമില്ല. വസ്സുൽഹു ഖൈറുൻ, ഒത്തുതീർപ്പാണ് നല്ലത്. വ ഉഹ്ദിറത്തിൽ അൻഫുസു ശുഹ, ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ, പിശുക്ക് എന്ന് പറയുന്ന സാധനം മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത ഒന്നാണ്. എന്ന് വെച്ചാൽ ഒരു സുൽഹിന് വേണ്ടി ഇരിക്കുമ്പം ഭയങ്കര പിശുക്ക് വരും, വിശാലത കാണിക്കാൻ പിശുക്ക് വരും. പൈസൻ്റെ കാര്യത്തിൽ മാത്രമല്ല പിശുക്ക്, നമ്മൾ മനസ്സ് വിശാലാകാത്ത ഭയങ്കര പ്രശ്നമുണ്ട്. പ്രത്യേകം പറയും എന്ന് വെച്ചാൽ അവർക്ക് അവകാശമുണ്ട് വേണമെങ്കിൽ എന്ന് പറയണം. എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നിലധികം വിവാഹം ചെയ്യുന്നവർ 129 വചനം അതാണ്, നിങ്ങൾ നീതി കാണിക്കണം. അങ്ങനെ പറഞ്ഞ രീതി അങ്ങനെ അറിയാം ഭയങ്കര. വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും, നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും, നിങ്ങൾ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. ഇവിടെ തുല്യനീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസികമായ സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ നീതി കാണിക്കാൻ കഴിയില്ല, പക്ഷേ മറ്റുള്ളതിലൊക്കെ ചെയ്യണം. വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ എന്താ അറിയോ, ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറുഹ കൽ മുഅല്ലഖ, ഒരാളോട് ഭയങ്കര സ്നേഹം തോന്നി അവളിലേക്ക് തന്നെ ചായ, അത് പറ്റില്ല. എന്നിട്ട് മറ്റവളെ മുഅല്ലഖയായി കെട്ടിയിട്ടവളെ പോലെ ആക്കുക, അത് പറ്റില്ല. എന്നിട്ട് പറഞ്ഞു ഇൻ തുസ്ലിഹു വതത്തഖു ഫഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. അപ്പോൾ എന്താ വെച്ചാൽ നോക്കൂ, ഒരുപാട് പിന്നെ ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്, പക്ഷേ മനസ്സിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതിന് കുഴപ്പമില്ല, ബാക്കിയുള്ളതിലൊക്കെ നീതി വേണം. ദിവസങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതിൽ, ചെലവിന് കൊടുക്കുന്നതിൽ, പൈസ കൊടുക്കുന്നതിൽ ഒക്കെ വേണം. മനസ്സിലായില്ലേ? ഇമോഷനായിരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ശേഷം അവസാനം പറയുന്നത് ഒരു വളരെ ഗൗരവമുള്ളൊരു സംഗതി. 35 അധ്യായം ഷഹാദത്തിനെ കുറിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ ആരായിരിക്കണം, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ കണിശമായ നീതി പാലിക്കണം. വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്ക് തന്നെയും എതിരാണെങ്കിലും, അവൽ വാലിദൈനി വൽ അഖറബീന, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും അടുത്ത ബന്ധുക്കൾക്കെതിരാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഖവ്വാമീന ബിൽ ഖിസ്ത്, അത് ഭയങ്കര ഗൗരവ നീതിയാണ്. നീതിയല്ലാത്ത പരിപാടി പാടില്ല. നീതി വളരെ പ്രധാനമാണ്. ഇൻ യകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ, അതാണ് നിങ്ങളുടെ കക്ഷി ധനികനോ ദരിദ്രനോ ആകട്ടെ, ആ രണ്ട് വിഭാഗത്തോടും കൂടുതൽ ബന്ധപ്പെട്ടവൻ അള്ളാഹുവാണ്. അപ്പോൾ ദരിദ്രന് വേണ്ടി നിങ്ങൾ അനുകൂലിക്കരുത്, ധനികന് വേണ്ടിയും അനുകൂലിക്കരുത്. രണ്ടാക്കും കിട്ടാവുന്ന ഹക്കുകൾ കിട്ടണം എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു ഫലാ തത്തബിഉൽ ഹവ, നിങ്ങൾ തന്നിഷ്ടത്തെ സ്വീകരിക്കരുത്, പിൻപറ്റരുത്. ഇവിടെ നോക്കൂ, ചില സംഗതികളുണ്ടല്ലോ, പൈസക്കാർക്ക് ഒരു പ്രത്യേക പിന്നെ നീതി, പാവപ്പെട്ടവന് പ്രത്യേക അവസ്ഥ. ഇതാണിപ്പം നടക്കണത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, എത്ര നല്ല രീതിയാണ്, ഇത് പാടില്ല. എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ ഫലാ തത്തബിഉൽ ഹവ അൻ തഅദിലു. അതാണ് അത്. നിങ്ങൾ നീതി പാലിക്കാതെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. വഇൻ തൽവു ഔ തുഅരിദു, നിങ്ങൾ വളച്ചൊടിക്കും ചിലപ്പം.
അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറും. ഇത് രണ്ടുമാണ് ഇന്ന് സംഭവിക്കുന്നത്. ഒന്നുകിൽ വളച്ചൊടിക്കും, ന്യായീകരിക്കും, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറും. ശരിക്കും ശ്രദ്ധിച്ചോ. ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് 138 മുതൽ 147 വരെ മുനാഫിക്കുകളെക്കുറിച്ചുള്ള സംസാരമാണ്. വളരെ ഗൗരവത്തിലുള്ള കുറച്ച് സംസാരങ്ങൾ എന്ന് വെച്ചാൽ അതിൽ മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നിടത്ത് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം അത് പറഞ്ഞത് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് പറഞ്ഞിട്ട് അവർ ഗൗരവം, മുനാഫിക്കുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് എന്നൊക്കെ പറഞ്ഞു. വളരെ മോശമാണ് എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഒരു സ്വഭാവം പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഗൗരവമുള്ളതാണ്. 144 വചനത്തിൽ വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ. മുനാഫിക്കുകൾ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കളിയാക്കും, പരിഹസിക്കും. നമ്മളോട് പറയാം ഫലാ തഖ്ഉദൂ മഅഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി. അവരുടെ കൂടെ പിന്നെ ഇരിക്കാനും കൂടി പാടില്ല, വേറെ ഏതെങ്കിലും ഒരു ടോക്കിലേക്ക് അവർ പോകുന്നത് വരെ. കാരണം എന്താ, അവിടെ ഇരുന്നാൽ ഇന്നക്കും ഇദൻ മിസ്ലഹും, നിങ്ങളും അവരെ മാതിരിയാവും, പാടില്ല. അങ്ങനെ നമുക്ക് ഇസ്ലാമിനെ പരിഹസിക്കുക, കളിയാക്കണോ, അങ്ങനത്തെ സ്റ്റേജിലൊന്നും സദസ്സിലൊന്നും നമ്മൾ വേണ്ട. എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. കാഫിറിനെയും മുനാഫിഖിനെയും അള്ളാഹു ഒരേ ജഹന്നമിലാണ് എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞിട്ട് ഗൗരവമുള്ള വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഈ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മുനാഫിക്കുകളുടെ സ്വഭാവം പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. 142 വചനം ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. ഈ മുനാഫിക്കുകൾ വിചാരിക്കുന്നത് അവർ അള്ളാഹുവിനെ വഞ്ചിക്കുകയാണെന്നാണ്. ശരിക്ക് വഹുവ ഖാദിഉഹും, യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് അവരെ വഞ്ചിക്കുന്നത്. എന്നിട്ട് സ്വഭാവം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. നമസ്കാരത്തിന് നിന്നാൽ ഭയങ്കര അലസത, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കത് വരാൻ പാടില്ല. യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ നിൽക്കുക, അത് ഉണ്ടാകരുത്. യുറാഊന അന്നാസ്, അള്ളാഹിനെക്കുറിച്ചുള്ള ദിക്ർ അവരുടെ നിസ്കാരത്തിൽ കുറച്ചേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുറേ സ്വഭാവങ്ങളാണ് 138 മുതൽ 147 വരെ. പിന്നെ 6ാമത്തെ ഭാഗം തുടങ്ങുകയാണ്, 6ാമത്തെ റുക്കൂ തുടങ്ങുകയാണ്. അതിൽ പിന്നെ 153 മുതൽ 161 വരെയുള്ള വചനങ്ങൾ പിന്നെ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ജൂതന്മാരെക്കുറിച്ചുള്ള സംസാരമാണ്. അതിൽ വറഫഅനാ ഫൗഖഹും അത്തൂറ ബിമീസാഖിഹിം വഖുൽനാ ലഹും ഉദ്ഖുലുൽ ബാബ സുജ്ജദൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവർ ചെയ്ത ചില സംഗതികൾ. 154 വചനം അവരോട്, ഈ ജൂതന്മാരോട് കരാർ വാങ്ങിയ സന്ദർഭം, അവർക്ക് മീതെ പർവ്വതത്തെ ഉയർത്തി, എന്നിട്ട് അവരോട് തലകുനിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അതൊക്കെ ഉദ്ഖുൽ വാസുജ് വഖുൽനാ ലഹും ലാ തഅദൂ ഫിസ്സബ്തി, അത് പറഞ്ഞു, സബത്ത് നാളിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്. അങ്ങനെയുള്ള സംഗതികളൊക്കെ അവരോട് പറഞ്ഞു. പക്ഷേ അവരതൊന്നും പാലിച്ചില്ല. മനസ്സിലായല്ലോ. ഇങ്ങനെ 161 വരെ ഇതാണ്. ഇതിങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അവസാനിക്കുന്നത് 176 വചനം. അതുവരെ യഥാർത്ഥത്തിൽ ഇവരെക്കുറിച്ചുള്ള സംസാരമാണ്, അഹ്ലു കിതാബിനെ കുറിച്ചുള്ള സംസാരമാണ്. അവസാനത്തെ വാചകം അല്ലെങ്കിൽ ആയത്ത് യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല. ആദ്യത്തിലേക്ക് പിന്നെയും മടങ്ങുക. ഞാൻ പറഞ്ഞല്ലേ, ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ 127 വചനത്തിൽ വന്നിരുന്നു. വീണ്ടും സ്ത്രീകളിലേക്ക് പോകുക. യസ്തഫ്തൂനക, നബി അവർ നിന്നോട് മതവിധി ചോദിക്കുന്നു. എന്തിൽ? കലാലത്തിൻ്റെ വിഷയത്തിൽ. കലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കലാലത്തിൻ്റെ പ്രശ്നത്തിൽ അവർ വിധി ചോദിക്കുന്നു. കലാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു, അയാൾക്ക് മക്കളില്ല, ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. എങ്കിൽ എന്ത് ചെയ്യണം? ഇനി ഇംറുഉൻ ഹലക ലൈസ ലഹു വലദുൻ വലഹു ഉഖ്തുൻ ഫലഹാ നിസ്ഫു മാ തറക്. നേരത്തെ പറയാത്ത ഒരു അനന്തരാവകാശ നിയമം ഇവിടെ പറയാം. ഈ കലാലത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നില്ല. കലാലത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരാൾ മരിച്ചു, അയാൾക്ക് മക്കളില്ല, ഒരു സഹോദരിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ വിട്ടേച്ചു പോയതിൻ്റെ പകുതി ആ സഹോദരിക്കുള്ളതാണ്. അതാണ് കലാലത്ത്. ഇനി ആ സഹോദരി മരിച്ച് അവൾക്ക് സന്താനമില്ല എന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ സഹോദരൻ അവളുടെ പൂർണ്ണ അവകാശിയായിരിക്കും. മനസ്സിലായല്ലോ. ഇനി 2 സഹോദരികളാണ് ഉള്ളതെങ്കിൽ അവൻ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 2/3 ഭാഗം അവർക്കുള്ളതാണ് എന്ന് തുടങ്ങുന്ന 176 വചനം. ഈ വചനത്തോടു കൂടിയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് സൂറത്തു നിസാ എന്ന്. സൂറത്തു നിസാ എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഇത് മർദ്ദിതരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അധ്യായം. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് നിസായിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ സൂറത്ത് വായിക്കുക. 176 വചനങ്ങളേ ഉള്ളൂ. ആഴത്തിൽ ഇത് പഠിക്കുക. ഇസ്ലാമിനെതിരെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറഞ്ഞ് ഉന്നയിക്കുന്ന സകല വിമർശനങ്ങൾക്കുമുള്ള മറുപടി സൂറത്ത് നിസായിലുണ്ട്. അള്ളാഹു കൂടുതൽ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.